ഡോക്ടർ പറഞ്ഞ പോലെ ഈ പെൽവിക് ഏരിയയിൽ, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ് ദെയർ, വളരെ സ്മോളർ ആയിട്ടുള്ള ഏരിയയിൽ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള നെർവ്സും ബ്ലഡ് വെസൽസും എല്ലാം ഉണ്ട്. ഇതിനെ സാധാരണ കണ്ണുകളിലൂടെ നോക്കി കൈകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഒരു റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രിസിഷനോടുകൂടി ആ മസിൽസിനെയും നെർവ്സിനെയും എല്ലാം പ്രിസർവ് ചെയ്തുകൊണ്ട്, അങ്ങനെ ചെയ്യുന്നത് മൂലം ഉദ്ധാരണശേഷി, അതായത് ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തും യൂറിനറി ഇൻകോണ്ടിനൻസ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതെ പ്രിസിഷനോടുകൂടി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സർജറി ചെയ്യുന്നത്, റോബോട്ടിക് സർജറി ചെയ്യുന്നത് എന്ത് കാര്യങ്ങൾക്ക്? ഐ നോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കിഡ്നി, പ്രോസ്റ്റേറ്റ്, എന്തിനാണ്? ലോകമെമ്പാടും എടുക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എന്നാൽ മറ്റ് അവയവങ്ങളും ഇപ്പോൾ അത് പിക്ക് ചെയ്ത് വരുന്നു. ഉദാഹരണത്തിന് കിഡ്നിയിൽ നിന്നുള്ള ട്യൂമർ നീക്കുക, പാർഷ്യൽ നെഫ്രക്ടമി, അതായത് നമുക്ക് കിഡ്നിയുടെ അകത്തൊരു ട്യൂമർ ഉണ്ടെങ്കിൽ പലപ്പോഴും ഓപ്പൺ സർജറി വെച്ചോ ലാപ്രോസ്കോപ്പി വെച്ചോ നമുക്ക് കിഡ്നി മുഴുവൻ എടുത്തു കളയേണ്ടി വരുന്നു. എന്നാൽ ഈ റോബോട്ടിക് ശസ്ത്രക്രിയയിൽ പലപ്പോഴും നമുക്ക് കിഡ്നിയുടെ ഒരു വലിയൊരു ഭാഗം 70-80% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അത് മാത്രമല്ല, നമ്മുടെ കിഡ്നിയിലേക്ക് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിനുള്ള രക്തഓട്ടം അത് നിർത്തുകയാണ്. അപ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഈ രക്തോട്ടം നിർത്തുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ അതാണ് മറ്റൊരു ഉപയോഗം. അപ്പോൾ കിഡ്നിക്ക് പറ്റുന്ന ഒരു കൊളാറ്ററൽ ഡാമേജ്, മറ്റു ഭാഗങ്ങളിലുള്ള ഡാമേജ് വളരെ കുറവാണ്. പിന്നെയുള്ളത് ബ്ലീഡിങ് കുറവാണ്. അതുമാതിരി തന്നെ രോഗികൾ പെട്ടെന്ന് വീട്ടിൽ പോകുന്നു. ഓപ്പൺ സർജറി സമയത്തോളം വളരെ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. അതുമാതിരി തന്നെ മറ്റു കോംപ്ലിക്കേഷൻസും എല്ലാം, യൂറിൻ ലീക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാർഷ്യൽ നെഫ്രക്ടമി അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്ന് ട്യൂമർ നീക്കം ചെയ്യുന്നത് വളരെ കുറവാണ്. ഇത് മാത്രമല്ല, നമ്മൾ ആസ്റ്റർ മെഡ്സിറ്റിയിൽ കഴിഞ്ഞൊരു 10 വർഷമായി റോബോട്ടിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, അതായത് നമുക്ക് കിഡ്നി ഒരു ഡോണറിൽ നിന്നെടുത്ത് നമ്മുടെ റെസിപ്പിയന്റിൽ പിടിപ്പിക്കുന്നു. അത് ലോകത്ത് വളരെ ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമേ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഏകദേശം 400ഓളം ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിന് നമുക്ക് 25 സെന്റിമീറ്റർ ഇൻസിഷൻ വേണം, നമുക്കൊരു മുറിവുണ്ടാവും. എന്നാൽ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമുക്ക് കിഡ്നി ഇടുവാനുള്ള ഒരു ചെറിയൊരു 5-6 സെന്റിമീറ്ററിന്റെ മുറിവും, അതായത് ആ മുറിവിന്റെ ലെങ്ത് 1/4 ആയി കുറയും. അതുമാതിരി ഒരു 4-5 കീ ഹോളിലൂടെ ചെയ്യുന്നു. ഇത് മാത്രമല്ല, ഇത് ഏറ്റവും ഉപയോഗപ്രദമായത് നമുക്ക് വണ്ണമുള്ള രോഗികളിലാണ്. 130-120 കിലോ ഉള്ള ആൾക്കാർക്ക്, അവർക്ക് ഓപ്പൺ സർജറി ചെയ്താൽ മുറിവിനുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ ഇതെല്ലാം വളരെ അധികമാണ്. ഓപ്പറേഷൻ സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം കൂടുതലാണ്. ഒബീസ് പേഷ്യൻസിന് വളരെ ഉപയോഗപ്രദമാണിത്. അതുമാത്രമല്ല, ഈ ഒബീസ് പേഷ്യൻസിന് ഡെപ്ത് വളരെ കൂടുതലാണ്. നമുക്ക് ഈ ഡീപ്പ് സ്ഥലത്ത് പോയി നമുക്ക് വളരെ കൃത്യതയോടുകൂടി, നമുക്ക് റോബോട്ടിക്കിന് 10x മാഗ്നിഫിക്കേഷനാണ് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ, സർജനും രോഗിക്കും ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പം പിടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്.